മാസത്തിലധികം നീണ്ടുനിന്ന അപ്രതീക്ഷിത ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. ഇതോടെ ഒട്ടനവധി സംശയങ്ങളും കൗതുകവുമാണ് എല്ലാവരിലും ഉണർന്നിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് 9 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ ഇവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നത്. ഫുട്ബോൾ മൈതാനത്തോളം വലിപ്പമുള്ള സ്പേസ് സ്റ്റേഷൻ പരിപാലിക്കുന്നത് മുതൽ ബഹിരാകാശ യാത്രക്കാർക്ക് ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും എങ്ങനെ ഉണ്ടാക്കാമെന്നുവരെ സുനിതയും ബുച്ച് വിൽമോറും ഇക്കാലയളവിൽ ഗവേഷണം ചെയ്തു കഴിഞ്ഞു. സ്പേസ് സ്റ്റേഷന്റെ സുഗമമായ നടത്തിപ്പിന് ഇവർ വഹിച്ച പങ്കും നിർണായകമായിരുന്നു. നാസയുടെ കണക്കനുസരിച്ച് സുനിത വില്യംസും സംഘവും 900 മണിക്കൂർ ശാസ്ത്രീയ ഗവേഷണം നടത്തി. ദൗത്യത്തിലുടനീളം 150ലധികം പരീക്ഷണങ്ങൾ നടത്തി. സ്റ്റേഷനു പുറത്തുള്ള 62 മണിക്കൂറും 9 മിനിറ്റും ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയതാണ് ഇവരുടെ മറ്റൊരു പ്രധാന നേട്ടം. ബഹിരാകാശത്തെ ദ്രാവക സംവിധാനങ്ങളെ മൈക്രോഗ്രാവിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗവേഷണ പദ്ധതികളിൽ സുനിത വില്യംസ് സംഭാവന നൽകി. ഭാവിയിലെ ദീർഘകാല ദൗത്യങ്ങൾക്ക് നിർണായകമായേക്കാവുന്ന ജലവീണ്ടെടുക്കലിനും ഇന്ധന സെല്ലുകൾക്കുമായി പുതിയ റിയാക്ടറുകൾ വികസിപ്പിക്കുന്നതിലും സുനിതയും ബുച്ചും വ്യാപൃതരായിരുന്നു. ഇക്കാലയളവിൽ ഇവർ നടത്തിയതിൽ സുപ്രധാനമായ മറ്റൊരു പ്രൊജക്റ്റായിരുന്നു ബയോ ന്യൂട്രിയൻസ് പ്രൊജക്ട്. ബഹിരാകാശ യാത്രികർക്ക് പുതിയ പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനമാണിത്. സുനിതയും ബുച്ചും നൽകിയ സംഭാവനകൾ ശാസ്ത്രലോകത്തിന് പുതിയ മുതൽക്കൂട്ടാണ്.